മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ഒരു പുതിയ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെയിമിന് അപ്ലൈ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണം. എം സിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് എം സി സർവീസസിൻ്റെ അടിയിൽ കമ്പനി ഇ ഫയലിങ്ങിൽ ഇൻകോർപ്പറേഷൻ ആൻഡ് സർവീസസിൽ സ്പൈസ് പ്ലസ് റിസർവേഷൻ നെയിം ഫോർ ന്യൂ കമ്പനി ഇൻകോർപ്പറേഷൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ടൈപ്പ് ഓഫ് കമ്പനി നമ്മളത് വായിച്ച് നോക്കുക. നമ്മൾ സാധാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ന്യൂ കമ്പനി അതേഴ്സ് എന്ന കാറ്റഗറി വരും. ഒ പി സി ആണെങ്കിൽ ഇവിടെ അങ്ങനെ പല പല കാറ്റഗറി. ന്യൂ കമ്പനി അതേഴ്സ് ആണ്. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അത് കൊടുക്കുക. അപ്പോൾ ക്ലാസ് ഓഫ് കമ്പനി പ്രൈവറ്റ്, കാറ്റഗറി ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, സബ് കാറ്റഗറി ഓഫ് കമ്പനി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ നോൺ ഗവൺമെൻറ് കമ്പനിയാണ് നമ്മളത്, നോൺ ഗവൺമെൻറ് കമ്പനി. ഇനി അടുത്തത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് കമ്പനിയുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറിയാണ്. NIC കോഡാണ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിലും കുറച്ചും കൂടി എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് NIC കോഡിൻ്റെ ലിസ്റ്റ് നമുക്ക് ഓൺലൈൻ കിട്ടും. അപ്പം ഈ PDF ഫയൽ നോക്കിയിട്ട് നമുക്ക് ഇതിൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആണ് നിങ്ങളുടെ കമ്പനി, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ വല്ല ഇതാണെന്നെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ ഫോർ സെൻസ് റീറ്റെയിൽ സെയിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഈ PDF നിന്ന് നമ്മളത് കണ്ടുപിടിക്കുന്നതാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. മറ്റേവിടെ സെർച്ച് ചെയ്താലും കിട്ടും, പക്ഷേ എക്സാക്ട് വേർഡ് എന്താ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ PDF വഴി സെർച്ച് ചെയ്ത് എല്ലാ കാറ്റഗറിയും ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കമ്പനി മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റിയുടെ അടിയിൽ വരുന്നതാണ്. കാരണം മാനേജ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്ന അങ്ങനത്തതാണ്. അപ്പോൾ നമുക്ക് കാണാം ഡിവിഷൻ 70 ഗ്രൂപ്പ് 702. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് നമ്പർ 702 കണ്ടുപിടിക്കാം. 702 ഗ്രൂപ്പ് നമ്പർ 702. ഗ്രൂപ്പ് നമ്പർ 702ൽ സബ് ഹെഡിങ് 7020 70200 മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ്. അപ്പം ഈ കാറ്റഗറിയാണ് ഇവിടെ വരുന്നത് 70200. അപ്പോൾ ഞാൻ ഇവിടെ അത് 70200 കൊടുക്കുക. മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ്. അപ്പോൾ ഒരു സർവീസ് അങ്ങനെ ഞാൻ ആഡ് ആയി. അപ്പം ആ സർവീസ് ഇവിടെ വന്നു. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് അതേപോലെ അതർ റിസർവേഷൻ സർവീസസ്, ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള റിസർവേഷൻ്റെയും ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 എടുത്തു, മാക്സിമം 3 വരെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന റെലവൻ്റ് ആയിട്ടുള്ള 3 ബിസിനസ്സിൻ്റെ ഫീൽഡുകൾ നമ്മളിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നെയിം അപ്രൂവലിന് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നെയിം ഇവിടെ കൊടുക്കണം. നമുക്ക് 2 നെയിം വരെ കൊടുക്കാം. ആ പ്രിഫറൻസിലായിരിക്കും അവർ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയുന്നത്. പക്ഷേ എനിക്ക് കൊടുക്കാൻ പോകുന്നത് മനു PRIVA പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കാം. അപ്പം എനിക്കിങ്ങനെ ഒരു വേർഡ് കൊടുക്കണമെങ്കിൽ ഇതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡ് മാൻഡേറ്ററി ആയിട്ടും ആഡ് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ. പിന്നെ ഈ നെയിം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മനു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എനിക്ക് അപ്രൂവ് ആയി കിട്ടില്ല. കാരണം നമ്മൾ എന്തായാലും നമ്മളുടെ പേരിൻ്റെ ഒപ്പം, അതായത് കമ്പനിയുടെ ഉദ്ദേശിക്കുന്ന ഒരു നൗൺ എന്ന് പറയുന്നത് ഇതിൽ മനു ആണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മളുടെ ബിസിനസ് സിഗ്നിഫൈ ചെയ്യുന്നത് ഇപ്പോൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി അല്ലേ. അപ്പം മനു മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ഇട്ടാൽ മാത്രമേ എനിക്കിത് കിട്ടുള്ളൂ. അതേപോലെ കുറേ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് നമുക്ക് കമ്പനിയുടെ നെയിമിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. കുറേ കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ നെയിം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഞാനിത് കൊടുത്തിട്ട് എനിക്കിവിടെ ചെക്ക് ചെയ്യാം. അതായത് ഓട്ടോ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സിമിലർ ആയിട്ടുള്ള എല്ലാ നെയിംസും അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ മനു മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുത്തപ്പോഴത്തേക്കും എററോ ഇൻഫർമേഷൻ, ഈ ഇൻഫോ എന്ന് പറയുന്നത് കുഴപ്പമില്ല. എറർ ആണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ സബ്മിറ്റ് ബട്ടൺ, അടിയിലുള്ള സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആവില്ല. ഇൻഫോ ആണെങ്കിൽ അവർ ജസ്റ്റ് പറയുന്നതാണ്, അതായത് മാൻഫെയർ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ നെയിമായിട്ട് സിമിലർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന പേര് എന്നുള്ള രീതിയിൽ അവർ ഇടുന്നുണ്ട്. മനു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ LLP, ഒരു LLP അല്ലെങ്കിൽ മനു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകോർപ്പറേറ്റഡ്, അങ്ങനെ അവർ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. നെയിം സിമിലാരിറ്റി ഉള്ളിടത്ത് എനിക്ക് ഇവിടെ കിട്ടും. പിന്നെ അതേപോലെ ട്രേഡ് മാർക്കും ചെക്ക് ചെയ്യും. മനു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ട്രേഡ് മാർക്ക് ഉണ്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട്. അപ്പോൾ ആ കാറ്റഗറി എനിക്ക് എന്തായാലും ഇവരുടെ ഈ ബിസിനസ് കാറ്റഗറി 3 ആണ് എൻ്റെ കാറ്റഗറി എങ്കിൽ എനിക്ക് കിട്ടില്ല എന്തായാലും. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഓപ്ഷൻ അറ്റാച്ച്മെൻ്റ് ആണ്. എങ്കിലും നമ്മളെപ്പോഴും നമ്മളുടെ കേസിൽ നമ്മൾ ഒരു ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇതാണെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊരു ഞാൻ അപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ മോഡലാണത്. നമ്മൾ ആ കമ്പനി ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ, നമ്മൾ മെമ്മോറാണ്ടത്തിൽ കൊടുക്കുന്ന ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മളിവിടെ ഇങ്ങനെ എഴുതി, നമ്മൾ 4 ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 4 ഒബ്ജക്റ്റീവ് നമ്മൾ എഴുതും. അതേപോലെ എന്തുകൊണ്ടാണ് ഈ നെയിം എനിക്ക് റെലവൻ്റ് ആവുന്നതെന്നും ഞാനൊരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കണം. എന്നിട്ട് ഇതൊരു PDF ഫയലായിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ അറ്റാച്ച്മെൻറ്റും ആഡ് ചെയ്തു, ഓട്ടോ ചെക്കും ചെയ്തു, എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ തരും. അതായത് സബ്മിറ്റ് ഫോർ നെയിം റിസർവേഷൻ, പ്രൊസീഡ് ഫോർ ഇൻകോർപ്പറേഷൻ. നമുക്ക് നെയിം റിസർവ് ചെയ്യാണ്ട് തന്നെ നേരെ ഇൻകോർപ്പറേഷൻ ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോഴും നെയിം ചെക്ക് ചെയ്ത് വരും. പക്ഷേ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അഥവാ നെയിം നമ്മൾക്ക് സ്യൂട്ടബിൾ അല്ല, നെയിം നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത നെയിമാണ്, അപ്പോൾ ഒരു റിജക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻകോർപ്പറേഷൻ ഫോമുകളെല്ലാം പിന്നെയും എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് വരും.
അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സബ്മിറ്റ് ഫോർ നെയിം റിസർവേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം നെയിം അപ്ലൈ ചെയ്തിട്ട് അത് അപ്രൂവ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇൻകോർപ്പറേഷനായിട്ട് പ്രൊസീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇത് മൈ ആപ്ലിക്കേഷൻ എടുക്കുക, നമ്മളുടെ ഡാഷ്ബോർഡ് എത്തും. ഇവിടെ പെൻഡിങ് ഫോർ ആക്ഷൻ ടാബിൽ പേയ്മെൻറ്റ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ അത് കിടപ്പുണ്ടാവും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പേ ഫീസ് ക്ലിക്ക് ചെയ്യാം ഇനി അടുത്തത്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. 1000 രൂപയാണ് നെയിം റിസർവേഷന്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റിൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത് ഭാരത് കോസ്റ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിന് തന്നെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് വഴിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കി എല്ലാം പ്രീഫില്ലായി വരും. എൻ്റെ പേരും അതേപോലെ എന്താണ് ഓൾ ഫോംസ് 1 ടൈം ഇതെല്ലാം നമുക്ക് കൺഫേം ചെയ്യാം. 1000 രൂപയാണ്. കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേണം. നമുക്കിപ്പോൾ HDFC ബാങ്കോ ഏത് സെർവറാണ് എടുക്കാം. അതിൽ UPI ആണെങ്കിൽ UPI കൊടുക്കാം. UPI കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ക്യാപ്ചയും എൻ്റർ ചെയ്ത് അക്നോളജ് കൊടുത്തിട്ട് പേ ക്ലിക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ കേസിൽ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇൻ്റർമീഡിയറ്റ് ടാബിലാണ്. ഇവിടെയും ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആവശ്യമല്ല. നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പ്ലീസ് ക്ലിക്ക് ഓക്കെ. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ്റെ ഒരു റെസീപ്റ്റ് ജനറേറ്റ് ആയി വരും. അപ്പോൾ ഇത് നമുക്ക് 1000-ൻ്റെ. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ റെഫറൻസ് നമ്പർ, അതായത് AB എന്ന് പറയുന്നതാണ് നമ്മളുടെ റെഫറൻസ് നമ്പർ. ഇനി മൈ ആപ്ലിക്കേഷനിൽ പോയി കഴിയുമ്പോൾ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള നെയിം ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ അണ്ടർ പ്രോസസ്സിങ്ങിലായി. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തത് ആ നമ്പർ ഇപ്പോൾ അണ്ടർ പ്രോസസ്സിംഗ് ആയി. ഇനി ഈ അണ്ടർ പ്രോസസ്സിംഗ് ഉള്ളത് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് അവരുടെ ടൈമിംഗ് പോലെയാണ്. പൊതുവേ ഒരാഴ്ചക്കുള്ളിലൊക്കെ അപ്രൂവ് ആവാറുണ്ട്. അതിന് ടൈം ലിമിറ്റ് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. എങ്കിലും അത് ഡിപ്പെൻസ്, ഓരോ സിറ്റുവേഷൻ പോലെ. ചില ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി കാരണം എപ്പോഴും കുറേ ഡിലേ വരാറുണ്ട്. 2-3 ആഴ്ചയൊക്കെ എടുക്കും. ചില കേസിൽ അന്ന് തന്നെ അപ്രൂവ് ആവാറുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് അപ്രൂവ് ആയില്ലെങ്കിൽ പെൻഡിങ് ഫോർ ആക്ഷനിൽ തിരിച്ചു വരും. നമുക്ക് മെയിൽ വരും, ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ആ സെയിം നമ്മൾ അത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ പുതിയ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 2-3 ചാൻസ് വരെ അവർ തരും. ആ സെയിം നമ്പറിൽ തന്നെ പിന്നെ നമുക്ക് പേര് മാറ്റി അപ്ലൈ ചെയ്യാം. നമുക്ക് വേറെ 2 പേര് ആഡ് ചെയ്തിട്ട് അതേപോലെ സെയിം പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ പൈസ നമ്മൾ വരില്ല. അത് റീസബ്മിഷൻ എന്ന് പറയും. ഇനി അഥവാ 3-4 ഓപ്ഷൻ കഴിയുമ്പോഴത്തേക്കും അവരത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്താൽ നമ്മൾ പിന്നെയും പേയ്മെൻറ്റ് ചെയ്ത് അടുത്തൊരു ചെയ്യേണ്ടി വരും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അപ്രൂവ് ആയി കഴിയുമ്പോൾ മിനി ഡാഷ്ബോർഡ് എനേബിൾ ആവും. അപ്പോൾ അതിൽ നമുക്ക് ബാക്കി ഇൻഫർമേഷൻ ഫോമുകളെല്ലാം ഫില്ല് ചെയ്യാൻ അവൈലബിലിറ്റി വരും.